ഹായ് ഗൈസ്, വെൽക്കം ടു കേരള ലേണിങ്സ്. സോ എക്സാം ഒക്കെ അടുത്തു അല്ലേ? നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്താലോ? സോ നമുക്ക് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സോ സെൻസേഷൻ ആൻഡ് റെസ്പോൺസ്. സോ നമ്മുടെ ഈ ചാപ്റ്റർ ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ 2 സെഷൻ അല്ലെങ്കിൽ 2 പാർട്ടായിട്ടായിരിക്കും എടുക്കുക. ഓക്കെ, സോ നമ്മൾ ഇനീഷ്യൽ തൊട്ടിട്ട് നമ്മുടെ ടൈപ്സ് ഓഫ് നെർവ് വരെ ഒരു സെഷൻ ആയിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെർവസ് സിസ്റ്റം തൊട്ടിട്ട് ഈ ചാപ്റ്ററിന്റെ എൻഡ് വരെ അടുത്ത സെഷൻ ആയിട്ട് എടുക്കും. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് കേൾക്കാനും കാണാനും അതുപോലെ തന്നെ ടച്ച്, അതുപോലെ തന്നെ ടേസ്റ്റ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സോ കാണണമെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്ന ഒരു എലമെന്റ് നിർബന്ധമല്ലേ? കേൾക്കണമെങ്കിൽ സൗണ്ടും നിർബന്ധമാണ്. ഒരു കാരണവശാലും നമുക്ക് സൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കേൾക്കാൻ പറ്റൂല. അതുപോലെ തന്നെ ലൈറ്റ് ഇല്ലാത്ത റൂമിൽ നമുക്ക് കാണാനും പറ്റൂല അല്ലേ? സോ കാണണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണം, കേൾക്കണമെങ്കിൽ എന്ത് വേണം? സൗണ്ട് വേണം. അതുപോലെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ടേസ്റ്റ് ഉള്ള വസ്തുക്കൾ നമ്മുടെ ടങ്കിലെത്തണം അല്ലെങ്കിൽ നമ്മുടെ മൗത്തിലെത്തണം അല്ലേ? അതുപോലെ നമുക്ക് കണ്ണിലൂടെ മാത്രമേ കാണുകയുള്ളൂ, അതുപോലെ ചെവിയിലൂടെ മാത്രമേ കേൾക്കുകയുള്ളൂ അല്ലേ? സോ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ലൈറ്റ് എന്ന് പറയുന്ന എലമെന്റ് ഇല്ലേ, അതാണ് സ്റ്റിമുലസ്. ലൈറ്റ് ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, നമുക്ക് ടച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടച്ച് നമ്മുടെ ബോഡിയിലോട്ട്, അല്ലെങ്കിൽ ഒരു സ്പർശം നമ്മുടെ ബോഡിയിലോട്ട് വരുന്നത്, അല്ലെങ്കിലോ നമ്മുടെ ബോഡിയിലോട്ട് പെയിന് വരുന്നത്, അല്ലെങ്കിലോ നമുക്ക് ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉള്ള വസ്തുക്കൾ നമ്മുടെ മൗത്തിലെത്തൂലേ? സോ അതൊരു സ്റ്റിമുലസ് ആണ്. അതുപോലെ സ്മെല്ലുള്ള വസ്തുക്കളില്ലേ, അതൊക്കെ സ്റ്റിമുലസ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു കണ്ണിലൂടെ മാത്രമേ കാണുള്ളൂ. അതെന്തുകൊണ്ടാ? ലൈറ്റിന് റിസീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിസെപ്റ്റർ കണ്ണിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അതുപോലെ സൗണ്ടിന് റിസീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിസെപ്റ്റർ ചെവിയിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ചെവിയിലൂടെ കാണാത്തത്? റീസൺ ഇത്രേ ഉള്ളൂ, ലൈറ്റിന് റിസീവ് ചെയ്യുന്ന ഫോട്ടോ റിസെപ്റ്റർ ചെവിയിലില്ല. അതെവിടെയുള്ളത്? കണ്ണിലാണുള്ളത് അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ സെൻസസ് ദാറ്റ് ഇവോക്ക് റെസ്പോൺസസ്. നമ്മുടെ ബോഡിയിൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന സെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവരെ റിസീവ് ചെയ്യുന്ന റിസെപ്റ്റർ ഉണ്ട് അല്ലേ, അതെവിടെയാ കാണുന്നത്? നമ്മുടെ ബോഡിയിൽ തന്നെ. കണ്ണിലുള്ള റിസെപ്റ്റർ ഏതാ? ഫോട്ടോ റിസെപ്റ്റർ. ചെവിയിലുള്ളതോ? സൗണ്ട് റിസെപ്റ്റർ അല്ലെങ്കിൽ ഓഡിറ്ററി റിസെപ്റ്റർ. ഇനി നോസിലുള്ളത് ഏതാണ്? സ്മെല്ല് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്? ഓൾഫാക്ടറി റിസെപ്റ്റർ. ഇനി നാവിൽ അഥവാ നമ്മുടെ മൗത്തിലുള്ളത് എന്താണ്? ടേസ്റ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടേസ്റ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീമോ റിസെപ്റ്റർ ഉണ്ട്. ഇനി നമ്മുടെ സ്കിന്നിൽ എന്തുണ്ട്? ടാക്ടൈൽ. നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടച്ച് അറിയാൻ പറ്റും, പെയിൻ അറിയാൻ പറ്റും, പ്രഷർ അറിയാൻ പറ്റും. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൻസ് നമ്മുടെ സ്കിന്നിലുണ്ട് അല്ലേ? സോ എല്ലാത്തിനും കൂടെ നമ്മൾ എന്ത് വിളിക്കും? ടാക്ടൈൽ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? സോ റിസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള സ്പെഷ്യൽ പാർട്സ് ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിമുലസുകളെ റിസീവ് ചെയ്തിട്ട് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇമ്പൾസ് ബ്രെയിനിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സെൻസ് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമ്മളിപ്പോൾ ഒരാളെ കാണുന്നു, എങ്ങനെയാ? അവിടെ നിന്നുള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് കയറിയിട്ട് നമ്മുടെ കണ്ണിലുള്ള ഫോട്ടോ റിസെപ്റ്ററിലോട്ട് എത്തണം. ഓക്കെ, ഇനി ഫോട്ടോ റിസെപ്റ്റർ എന്ത് ചെയ്യും? അതിനെ റിസീവ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കും? ഇമ്പൾസ്. ആ ഇമ്പൾസ് എങ്ങോട്ട് പോകും? ബ്രെയിനിലോട്ട് പോകും. അപ്പോഴാണ് ശരിക്കും നമ്മൾ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ നമ്മളുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ലൈറ്റ് വന്നു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, അത് ബ്രെയിനിലോട്ട് എത്തി. ഇനി സൗണ്ടിന്റെ കാര്യത്തിലും സൗണ്ട് നമ്മുടെ ചെവിയിലോട്ട് എത്തി, ചെവിയിലുള്ള ഓഡിറ്ററി റിസെപ്റ്റർ അതിനെ റിസീവ് ചെയ്തു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, അത് ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇത്രയും നടക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? സോ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദ സ്പെഷ്യലൈസ്ഡ് സെൽ ഇൻ ദ ബോഡി, ദേ റിസീവ് ദ സ്റ്റിമുലസ് ആൻഡ് ജനറേറ്റ് ഇമ്പൾസ്. ഇനി ഈ ഇമ്പൾസ് എങ്ങോട്ട് പോകണം? ബ്രെയിനിലോട്ട് പോകണം അല്ലേ? സോ നമ്മൾ സ്റ്റിമുലസ് എന്താന്ന് പറഞ്ഞു, റിസെപ്റ്റർ എന്താന്ന് പറഞ്ഞു. ഇനി ഈ ഇമ്പൾസ് ബ്രെയിനിലോട്ട് കൊണ്ടുപോകണം. അതാരാ കൊണ്ടുപോവുക? ന്യൂറോൺ. എന്താ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ് സെല്ലിനെയാണ് ന്യൂറോൺ എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സെക്കൻഡ്. നമ്മുടെ ബോഡിയിൽ പല സിസ്റ്റം ഉണ്ട് അല്ലേ? ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഒരുപാട് സിസ്റ്റം ഉണ്ട്. സോ ഇതുപോലെ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. എന്താ നെർവസ് സിസ്റ്റം? നമ്മുടെ ബോഡീനെ എല്ലാ കാര്യത്തിനെയും, അതായത് എല്ലാ എലമെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. സോ ഈ പറയുന്ന ബ്രെയിനും സ്പൈനൽ കോഡും വരുന്ന സിസ്റ്റം ഏതാണ്? നമ്മുടെ നെർവസ് സിസ്റ്റം. ഓക്കെ അല്ലേ? സോ നെർവസ് സിസ്റ്റം തന്നെയാണ് നമ്മളെ കേൾക്കാനും കാണാനും ഒക്കെ സാധ്യമാക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള സെൻസേഷൻ നമുക്ക് കിട്ടാനുള്ള റീസൺ ആരാണ്? നെർവസ് സിസ്റ്റം. ആ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് കാര്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നെർവസ് സിസ്റ്റത്തിലെ ഒരു സെല്ലിനെ കുറിച്ചിട്ടാണ്. എന്താ നെർവസ് സെല്ലിനെ നമ്മൾ വിളിക്കുക? ന്യൂറോൺ. എല്ലാ സെല്ലുകളെയും പോലെ തന്നെയാണ് ന്യൂറോൺസ്. ഇതിനെന്തുണ്ട്? സെൽ ബോഡി ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇതിന് പുറമെ നോർമലി ഒരു സെല്ലിന് കാണുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. ഏതൊക്കെയാ? സെൽ ബോഡി ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ടാവും, സെൽ മെംബ്രെയിൻ ഉണ്ടാവും, ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതൊക്കെ എല്ലാ സെല്ലിനും ഉണ്ടാവും. ഇതിന് പുറമെ നമ്മുടെ ന്യൂറോണിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് കൂടെ ഉണ്ട്. എന്താണ്? ന്യൂറോൺ ഇലോങ്ങേറ്റഡ് സെല്ല, നീളം കൂടിയ സെല്ലാണ്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെ കാണുന്നുണ്ട്?
സെൽ ബോഡി ഉണ്ട്, അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഇതിന് പുറമെ ഡെൻഡ്രൈറ്റ് കാണുന്നുണ്ട്. എന്താണ് ഡെൻഡ്രൈറ്റ്? നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും എന്താണ് ഡെൻഡ്രൈറ്റ് എന്നുള്ളത്. നോക്കിയേ, ഈ ഡയഗ്രത്തിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഡെൻഡ്രൈറ്റിനെ കുറിച്ചിട്ട്. സോ ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ഡെൻഡ്രൈറ്റ്? ഒരു ന്യൂറോണിലോട്ട് ഇമ്പൾസ് റിസീവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും ഒരു ന്യൂറോണിലോട്ട് ഇമ്പൾസ് വരുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിലൂടെയാണ് വരിക? ഡെൻഡ്രൈറ്റിലൂടെ. ഡെൻഡ്രൈറ്റ് പിന്നെ നേരെ എങ്ങോട്ട് കൊടുക്കും? ഡെൻഡ്രോണിന് കൊടുക്കും. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് എന്ന് പറയാം. ഓക്കെ, ഡെൻഡ്രൈറ്റിൽ നിന്ന് നേരെ എങ്ങോട്ടാ വരിക? ഡെൻഡ്രോൺ. ഓക്കെ അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ഡെൻഡ്രൈറ്റ്. അതായത് ഡെൻഡ്രോണിന്റെ ടെർമിനൽ പാർട്ടിലാണ് ആരെ കാണുക? ഡെൻഡ്രൈറ്റിനെ കാണുക. ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലെത്തി. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലമെന്റാ. ഈ ഡയഗ്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഏകദേശം 1 2 3 4 5 6 6 ഡെൻഡ്രോൺ ഉണ്ട്. ഓക്കെ, സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ന്യൂറോൺസ്. ഏത് ന്യൂറോൺ ആണോ അതിനനുസരിച്ചിട്ട് ഡെൻഡ്രോണുകളുടെ എണ്ണവും മാറും. ഓക്കെ, സോ ഈ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ആണ് ഡെൻഡ്രൈറ്റ്. അത് ഓർത്ത് വെക്കണേ. ഒരു ന്യൂറോണിലോട്ട് ഇമ്പൾസ് വരുന്നത് ഏത് പാർട്ടിലൂടെയെന്ന് എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിലൂടെയാണ് ഒരു ന്യൂറോണിലോട്ട് ഇമ്പൾസ് വരിക. പലരും തെറ്റിച്ച് സിനാപ്റ്റിക് നോബ് എന്ന് എഴുതാറുണ്ട്. സിനാപ്റ്റിക് നോബിൽ നിന്നാണ് ഒരു ന്യൂറോണിന് പുറത്തോട്ട് പോവുക. ഓക്കെ, നെർവ് സെല്ലിലെ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബിൽ നിന്നാണ് അടുത്ത ന്യൂറോണിലോട്ട് പോവുക. അടുത്ത ന്യൂറോണിന്റെ ഏത് പാർട്ടിലോട്ട് റിസീവ് ആവുക? ഡെൻഡ്രൈറ്റ്. ഓക്കെ, സോ ഡെൻഡ്രൈറ്റിലൂടെ വന്ന് ഡെൻഡ്രോണിലെത്തി. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡെൻഡ്രോണിന് എങ്ങോട്ട് പോകും? സെൽ ബോഡി. സെൽ ബോഡിയിലാണ് ആരുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത് അല്ലെ, അഥവാ സൈറ്റോപ്ലാസം. സോ സൈറ്റോപ്ലാസത്തിൽ നിന്ന് എങ്ങോട്ട് പോകും? ആക്സോണിലോട്ട് പോകും. ആക്സോൺ എന്ന് പറഞ്ഞാൽ ലോങ് ഫിലമെന്റ്. നിങ്ങൾക്ക് കണ്ടാൽ കറക്റ്റ് മനസ്സിലാവും. ഈ ലോങ് ഫിലമെന്റ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ആക്സോൺ. ഇത് കണ്ടോ, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഈ പോർഷനാണ് ആര്? ആക്സോൺ. ഓക്കെ അല്ലേ? ഇനി ആക്സോൺ എൻസർക്കിൾ ചെയ്തുകൊണ്ട് ആരുണ്ട് എന്നാ പറഞ്ഞത്? ഷ്വാൻ സെൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരവിടെ വരുന്നത്? ആക്സോണൈറ്റ്. എന്താ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞാൽ? ആക്സോണിന്റെ ബ്രാഞ്ച്. ആരുടെ ബ്രാഞ്ച്? ആക്സോൺ. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ച് ഡെൻഡ്രൈറ്റ്, ആക്സോണിന്റെ ബ്രാഞ്ച് ആക്സോണൈറ്റ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി നോക്കിയേ, ഈ പറയുന്ന ആക്സോണൈറ്റിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ആക്സോണൈറ്റിലൂടെയാണ് സിനാപ്റ്റിക് നോബിലോട്ട് എത്തുക. എന്ത്? ഇമ്പൾസ്. സോ നമ്മൾക്ക് ആദ്യം ഡെൻഡ്രൈറ്റ് വഴി വന്നു, ഡെൻഡ്രോണിലെത്തി, സെൽ ബോഡി എത്തി, ആക്സോൺ വഴി നേരെ എങ്ങോട്ട് പോകും? സിനാപ്റ്റിക് നോബിലോട്ട് പോകും. ഓക്കെ, സോ ഇതാണ് പാത്ത്. ഒരു ഡെൻഡ്രൈറ്റിലൂടെ വന്ന് അത് നേരെ ഡെൻഡ്രോൺ എത്തി, സെൽ ബോഡി എത്തി, സൈറ്റോപ്ലാസത്തിൽ കൂടെ നേരെ വന്ന് നമ്മുടെ ആക്സോൺ വഴി നേരെ ഒരു ആക്സോണൈറ്റ് വഴി സിനാപ്റ്റിക് നോബ്. ഇനി എന്താ ചെയ്യുക? അടുത്ത ന്യൂറോണിലോട്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാര്യം കിടക്കുന്നത്. ഇനി ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. നമുക്ക് സിനാപ്റ്റിക് നോബ് കഴിഞ്ഞിട്ട് അടുത്ത ന്യൂറോൺ വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അഥവാ ഒരു ജംഗ്ഷനാണ് അവിടെ വരുന്നത്. ഒരു സിനാപ്റ്റിക് നോബും അടുത്ത ഡെൻഡ്രൈറ്റിന്റെയും ആ ഒരു വരുന്ന ജംഗ്ഷനെ നമ്മൾ വിളിക്കുമെന്ത്? സിനാപ്സ് എന്ന് വിളിക്കും. സിനാപ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ മുന്നേ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മൈലിൻ ഷീത്തിനെ കുറിച്ചിട്ട്. എന്താണ് മൈലിൻ ഷീത്ത്? നമുക്കറിയാം മൈലിൻ ഷീത്ത് എന്ന് പറഞ്ഞാൽ ആക്സോണിനെ എൻസർക്കിൾ ചെയ്യുന്ന ഒരു ലിപ്പിഡ് മെംബ്രെയിൻ. എൻസർക്കിൾ ചെയ്യുന്ന ആക്സോണുകളെ, ലോങ് ഫിലമെന്റ് ആയിട്ടുള്ള ആക്സോണിനെ റിപ്പീറ്റഡ് ആയിട്ട് എൻസർക്കിൾ ചെയ്യുന്ന ഒരു ലിപ്പിഡ് മെംബ്രെയിൻ, ഒരു കൊഴുപ്പിന്റെ സ്ഥലമാണ് കേട്ടോ. ആരാ റിപ്പീറ്റ് ആയിട്ട് എൻസർക്കിൾ ചെയ്യുന്നത്? നമ്മുടെ ആക്സോണിനെ. ഓക്കെ അല്ലേ? ഇനി മൈലിൻ ഷീത്ത് ഫോം ചെയ്തിട്ടുള്ളത് മെയിൻലി 2 ടൈപ്പ് ഓഫ് സെല്ലുകളെ കൊണ്ടാണ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലും. എവിടെ? നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മൈലിൻ ഷീത്ത് കാണുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഒളിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്ന സെല്ല്. ഏത് സെല്ലുകൊണ്ടാ? ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഓക്കെ അല്ലേ? എവിടെയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ് ഉള്ളത്? നമ്മുടെ ബ്രെയിനിലെയും സ്പൈനൽ കോഡിലെയും മൈലിൻ ഷീത്ത് ഫോം ചെയ്തിട്ടുള്ള സെല്ലാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്. ഓക്കെ അല്ലേ? ഇനി ബാക്കിയുള്ള നെർവിലൊക്കെ എന്തായിരിക്കും? മൈലിൻ ഷീത്ത് ഷ്വാൻ സെല്ലുകൊണ്ടായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ബാക്കിയുള്ള നെർവ്സിലൊക്കെ എന്തുകൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? ഷ്വാൻ സെല്ലുകൊണ്ട്. സോ ബ്രെയിനിലും സ്പൈനൽ കോഡിലും മാത്രമാണ് എന്തുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ളത്? ഒളിഗോഡെൻഡ്രോസൈറ്റ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളോട് എക്സാമിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ. എന്താണ് മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ? എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്, 3 മാർക്കിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. ആരെ എൻസർക്കിൾ ചെയ്യുന്നത്? ആക്സോണിനെ. സോ ആക്സോണിന് എന്ത് പ്രൊവൈഡ് ചെയ്യുക? ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസും അതുപോലെ തന്നെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ കിട്ടണ്ടേ? സോ അത് ആർക്ക് കിട്ടണം? ആക്സോണിന് കിട്ടണം. സോ അത് ആര് പ്രൊവൈഡ് ചെയ്തോളും? മൈലിൻ ഷീത്ത് പ്രൊവൈഡ് ചെയ്തോളും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു കാര്യം, ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക. എന്തിനാ ഓക്സിജൻ? ഈ കിട്ടിയ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യണ്ടേ? സോ ന്യൂട്രിയൻസ് വേണം, ഓക്സിജൻ വേണം. അടുത്തത് എന്താ? ആക്സിലറേറ്റ് ഇമ്പൾസ്. നമുക്കറിയാം ആക്സോൺ എന്ന് പറയുന്നത് ഒരു ലോങ് ഫിലമെന്റ് അല്ലേ? സോ ആ ഇമ്പൾസ് ആക്സോണിൽ നിന്ന് ഒരറ്റത്തിൽ നിന്നും അടുത്ത അറ്റത്ത് ആക്സോണൈറ്റിലോട്ട് എത്തുന്നത് വരെ സ്ലോ ആയിട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല, പെട്ടെന്ന് ഇമ്പൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരാൾ തൊട്ടു എന്ന് വിചാരിച്ചോ,
സ്കിന്നിൽ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് സെൻസ് കിട്ടുന്നുണ്ട് അല്ലേ? അല്ലാണ്ട് തൊട്ട് ഒരു 4-5 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെൻസ് കിട്ടുന്നത്? അല്ല. സോ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടച്ച് ചെയ്തു എന്നുള്ള സെൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് അല്ലെ? സൗണ്ട് അതേ മൊമെന്റിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ആ സ്റ്റിമുലസ് നമ്മുടെ റിസെപ്റ്റർ റിസീവ് ചെയ്ത് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് അത് ന്യൂറോണുകളിലൂടെ ബ്രെയിനിൽ എത്തണം. സോ അത്രയും കാര്യം അവിടെ നടക്കുന്നുണ്ട്. സോ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ ഒരിക്കലും സ്ലോ ആകാൻ പാടില്ല. സോ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ എന്ത് ചെയ്യണം? ആക്സിലറേറ്റ് ചെയ്യണം, സ്പീഡിൽ കൊണ്ടുപോകണ്ടേ. സോ ഇമ്പൾസിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേറ്റ് ഇമ്പൾസ്, അതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് വൺ എന്താണ്? നമ്മുടെ ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്. എന്താണ്? നമുക്കറിയാം നമ്മുടെ ന്യൂറോണിന്റെ ഉള്ളിലൂടെ എന്താ പോകുന്നത്? ഇമ്പൾസ് എന്ത് ഫോമിലാണ് പോകുന്നത്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് രൂപത്തിൽ അഥവാ ഇലക്ട്രിക് ചാർജ് രൂപത്തിൽ. അതിനെ കുറിച്ച് നമ്മൾ അടുത്തത് പഠിക്കും. ഓക്കെ, നമുക്കറിയാം ഇലക്ട്രിക് ചാർജ് രൂപത്തിലാണ് പോകുന്നത് അല്ലേ? സോ ഈ ഇലക്ട്രിക് ചാർജ് പോകുന്ന സമയത്ത് വേറെ ഇമ്പൾസ് അതിലോട്ട് വന്നു കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളൊന്ന് ആലോചിക്ക്, ഒരു ന്യൂറോൺ ആണ് എൻ്റെ കയ്യിൽ നിന്ന് വിചാരിച്ചോ. ഈ ന്യൂറോണിലൂടെ ഇമ്പൾസ് പോകുന്നുണ്ട്. ഓക്കെ, ഇതാണ് നോക്കിയേ, ഇതാണ് ഡെൻഡ്രോൺ. ഓക്കെ, ഈ കാണുന്ന ഡെൻഡ്രോൺ, ഇതാണ് ഡെൻഡ്രോൺ കേട്ടോ. ഈ എൻ്റെ ഫിംഗേഴ്സ് ഡെൻഡ്രോൺ, ഇതാണ് എന്ത്? സെൽ ബോഡി എന്ന് വിചാരിക്കുക. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ഇതാണ് ആക്സോൺ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെയാണ് എന്തുള്ളത്? സിനാപ്റ്റിക് നോബ് എന്ന് ജംഗ്ഷൻ വിചാരിക്കാം. ഓക്കെ, സോ ഇമ്പൾസ് പോകുന്ന സമയത്ത് ഇതിലൂടെ വരും, അതായത് ഡെൻഡ്രൈറ്റിലൂടെ വന്ന് സെൽ ബോഡിയിലെത്തി, ആക്സോണൈറ്റിലെത്തി സിനാപ്റ്റിക് നോബ്. അങ്ങനെയല്ലേ പോകേണ്ടത്? സപ്പോസ് വേറൊരു ന്യൂറോൺ ഇവിടെ വന്നിട്ട് തട്ടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതും ഇമ്പൾസ് തന്നെയല്ലേ പോകുന്നത്. ആ സമയത്ത് രണ്ട് ഇമ്പൾസുകളും തമ്മിൽ ഒരു കാരണവശാലും ഡിസ്റപ്റ്റ് ആവാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് അപ്ലയൻസ് ഉണ്ട് എന്ന് വിചാരിച്ചോ. സോ അത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു, ഇലക്ട്രിസിറ്റിക്ക് പ്ലഗ് ഇൻ ചെയ്തു. ഓക്കെ, എന്നിട്ട് സ്വിച്ച് ഇട്ട സമയത്ത് അതിൽ ആ ബ്ലാക്ക് വയർ പോകുന്ന ഭാഗത്ത് എവിടെയോ ഒരു കട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ളിലുള്ള കോപ്പർ വയർ നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഷോക്ക് അടിക്കും അല്ലേ? സോ നമ്മൾ അതിമേ തൊടാറില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? അതിമേൽ ഒരു സാധനം വൈൻഡ് ചെയ്യും, ഒരു ഇൻസുലേഷൻ ടാപ്പ് കൊണ്ട് വൈൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? അതേ ഫംഗ്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും? നമ്മുടെ മൈലിൻ ഷീറ്റ് ആക്ട് ചെയ്യും. കാരണം എന്താണ് ആ വയറിലൂടെ പോകുന്നത്? ഇലക്ട്രിക് ചാർജ്. ഇവിടെ എന്താ പോകുന്നത്? ഇമ്പൾസുകൾ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് ചാർജ് അല്ലേ? സോ ഈ ഇമ്പൾസ് ഡിസ്റപ്റ്റ് ആവാൻ പാടില്ല. ഓക്കെ, സോ ഒരു കാരണവശാലും പോകുന്ന ഇമ്പൾസ് വേറൊരു ഇമ്പൾസ് അതിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഡിസ്റപ്റ്റ് ആവരുത്. സോ അതിനെ ഇൻസുലേറ്റ് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടെ ആര് ചെയ്യും? മൈലിൻ ഷീത്ത് ചെയ്യും. ഓക്കെ അല്ലേ? ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ. അതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് എന്താണ്? നമ്മുടെ ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആക്സിലറേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ആക്ട് ആസ് ആൻ ഇൻസുലേറ്റർ, ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ഫംഗ്ഷൻ, അതായത് മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആൻഡ് പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അങ്ങനെ ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് എക്സ്റ്റേണൽ വരുന്ന ഷോക്കുകളിൽ നിന്നും ആരെ പ്രൊട്ടക്ട് ചെയ്യുക? ആക്സോണിനെ. ആക്സോണിനോട് എന്താ പോകുന്നത്? ഇമ്പൾസുകളെ. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഓക്സിജൻ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ഇമ്പൾസിനെ ആക്സിലറേറ്റ് ചെയ്യുക. തേർഡ് ഫംഗ്ഷൻ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ. മൂന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ആവുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രം തന്നത് നോക്കിയാൽ നിങ്ങൾ, അതുപോലെ എങ്ങനെയാണ് ഇമ്പൾസ് ജനറേറ്റ് ആയിട്ട് അതെങ്ങനെ പോകുന്നു? നമ്മളിപ്പോൾ പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും ചാർജിലാണ് ഇമ്പൾസ് ഉണ്ടാകുന്നത് അല്ലേ? എങ്ങനെ അത് ഫോം ചെയ്യുന്നു, എങ്ങനെ അത് പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ അത് ഒരു ന്യൂറോണിലൂടെ കൊണ്ടുപോകുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. സോ നമുക്ക് ഇവിടെ ആക്സോണിന്റെ ഭാഗമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഇവിടെ ഇപ്പോൾ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള ഈ പാർട്ട് ആക്സോൺ ആണ് കൺസിഡർ ചെയ്യുക. അതായത് ഇതൊരു ആക്സോണിന്റെ പീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ബോക്സിൽ കാണിച്ചിട്ടുള്ളത് ഒരു ആക്സോൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? സോ നോക്കിയേ, ഈ ആക്സോണിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജും ആക്സോണിന്റെ പുറത്ത് പോസിറ്റീവ് ചാർജും ഉണ്ടാവും. അതെങ്ങനെയാ വന്നത്? ചില അയോണുകളുടെ പ്രസൻസ് മൂലം. അതായത് നമ്മുടെ ന്യൂറോണിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജും, ന്യൂറോണിന്റെ ആക്സോണിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജും, പ്ലാസ്മ മെംബ്രെയിന്റെ ഉള്ളിൽ നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും ഉണ്ടാവും, ചില അയോണുകളുടെ പ്രസൻസ് മൂലം. ഓക്കെ അല്ലേ? ഇനി അതിലോട്ട് ഒരു സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്തുള്ള പോസിറ്റീവ് ചാർജ് ഉള്ളിലോട്ട് കയറും. എവിടെയാണോ ചേഞ്ച് നടന്നത് ആ ഭാഗത്ത്. സോ നിങ്ങൾ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നോക്കിയേ, ഇവിടെ ഇപ്പോൾ ഒരു ഇമ്പൾസ് വന്ന് ആ സമയത്ത് അവിടെ മാത്രം ഒരു ചേഞ്ച് നടന്ന് എന്താ? അവിടെ ഉള്ളിലോട്ട് പോസിറ്റീവ് കയറി, അവിടെയുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് ഇറങ്ങി. ഇനി എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ് തൊട്ടടുത്തുള്ള ആൾക്കാരെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ആ പോസിറ്റീവ് ചാർജ് തൊട്ടടുത്തുള്ള സ്ഥലത്തോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും.
കണ്ടോ നിങ്ങൾ, ഇവിടെ നേരെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് താഴത്തോട്ട് വന്ന സമയത്ത് തൊട്ടടുത്തുള്ള ആൾക്കാർ എന്ത് ചെയ്തു, സ്റ്റിമുലേറ്റ് ചെയ്തു. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഷിഫ്റ്റ് ചെയ്തു, അവിടെയുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് ഇറങ്ങി. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇത് പഠിക്കാൻ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ ഉള്ള പീരീഡ് ക്ലാസ്സിലിരിക്കുക എന്ന് വിചാരിച്ചോ. നല്ല ബോറ് ലെക്ചർ നടന്നുകൊണ്ടിരിക്കുകയാണ്, ടീച്ചറുടെ ക്ലാസ് നമുക്ക് തീരെ ഇഷ്ടമാവുന്നില്ല എന്ന് വിചാരിച്ചോ. ഒരിക്കലും ഇഷ്ടമാവാണ്ടിരിക്കില്ല, ബട്ട് അങ്ങനെ കൺസിഡർ ചെയ്യും. നമുക്ക് ബോർ അടിക്കുന്ന ഒരു ക്ലാസ് ആണെന്ന് വിചാരിച്ചോ. നല്ല വിശക്കുന്നുണ്ട് അല്ലേ. സോ ആ സമയത്ത് ഉള്ളിൽ ക്ലാസ്സിന്റെ ഉള്ളാണ് ആക്സോൺ എന്ന് വിചാരിക്കുക. അവിടെ എന്ത് രൂപത്തിലുണ്ടാവുക, ഫുൾ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജനാലൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ക്ലാസ്സിലെ കുട്ടികളെ PT പീരീഡ് ആയിട്ട് കളിക്കുന്നുണ്ടാവും അല്ലേ. സോ നമുക്ക് അത് കാണുമ്പോൾ അവിടെ നമ്മൾ വിചാരിക്കും പുറത്ത് ഭയങ്കര പോസിറ്റീവാണ്, ഉള്ളിൽ നമ്മുടെ ക്ലാസ്സിലോ ഫുൾ നെഗറ്റീവ് അടിച്ചിരിക്കുന്നു. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബെഞ്ചിലെ ഒരു ചെക്കൻ, ഓക്കെ, ലാസ്റ്റ് ബെഞ്ചിലുള്ള ഒരു ചെക്കൻ ഒരു ലേസിന്റെ പാക്കറ്റ് പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ ഒരു മിഠായി പൊട്ടിക്കുന്നു. സോ ആ ഭാഗത്ത് മാത്രം ഒരു പോസിറ്റീവ് വരൂലേ, അല്ലെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഒരു പോസിറ്റീവ് എനർജി വരൂലേ. അതായത് ഒരു സ്റ്റിമുലസ് വന്ന സമയത്ത് എവിടെയാണോ നടക്കുന്നത് ആ ഭാഗത്ത് മാത്രം ഒരു പോസിറ്റീവ് ഉണ്ടാവും, അവിടെയുള്ള നെഗറ്റിവിറ്റി പോകും, അവിടെയുള്ള നെഗറ്റീവ് പുറത്തോട്ട് ഇറങ്ങും. ഓക്കെ, ഇനി ഇത് തൊട്ടടുത്തുള്ള ആൾ കാണൂലേ, അപ്പോൾ അവനും കുറച്ച് ലേസ് കിട്ടും, അല്ലെങ്കിൽ മിഠായി കിട്ടും, അപ്പോൾ അവന് പോസിറ്റീവായി. ഇതിന് കണ്ട് 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 ഷിഫ്റ്റ് ചെയ്ത് വരും അല്ലേ. തൊട്ടടുത്തുള്ള ആൾ കാണുമ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പോൾ അവിടെ പോസിറ്റീവായി. ഇനി തൊട്ടടുത്തുള്ള ആൾ കാണുമ്പോൾ അവിടെ പോസിറ്റീവായി. ഇങ്ങനെ പോകും. ഏത് വരെ? നമ്മുടെ സിനാപ്റ്റിക് നോബ് വരെ. അതായത് നമുക്കറിയാം, രണ്ട് ഇതുണ്ടാവില്ലേ, പാർട്ടീഷൻ ചെയ്തിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അതായത് ഒരു ഡെസ്ക് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഡെസ്കിലോട്ട്, ബെഞ്ചിലോട്ട് പോകുമ്പോൾ, അതായത് ഇവിടുന്ന് തൊട്ടപ്പുറത്തുള്ള കുട്ടികളിലോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല, നേരിട്ട് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? അതാണ് സിനാപ്റ്റിക് നോബ്, അതാണ് ജംഗ്ഷൻ. നമ്മുടെ ഇമ്പൾസുകൾക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പാസ് ചെയ്ത ടീച്ചർ കാണും. ഓക്കെ, സോ അങ്ങനെ ഓർത്ത് വെക്കുക. അതായത് ഉള്ളിൽ നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും, റീസൺ അയോണുകളുടെ പ്രസൻസ്. ഇനി എങ്ങനെയാണ് ഉള്ളിലോട്ട് പോസിറ്റീവ് ചാർജ് കയറുന്നത്? ഒരു സ്റ്റിമുലസ് വരുമ്പോൾ ഉള്ളിലോട്ട് പോസിറ്റീവ് ചാർജ് കയറും. ഓക്കെ അല്ലേ, അവിടെയുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ട് ഇറങ്ങും. ഓക്കെ, ഇനി ഇത് തൊട്ടടുത്തുള്ള ആൾക്കാരെ സ്റ്റിമുലേറ്റ് ചെയ്യും, അവിടെ ആ പോസിറ്റീവ് ചാർജ് വരും. അങ്ങനെയാണ് ഇമ്പൾസ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ഈ ഇമ്പൾസ് ക്യാരി ചെയ്ത് പോകും. ഏത് വരെ? സിനാപ്റ്റിക് നോബ് വരെ. നമ്മളിപ്പോൾ ആക്സോൺ അല്ലേ പറഞ്ഞത്, സിനാപ്റ്റിക് നോബ് വരെ അത് പോവുള്ളൂ. കാരണം എന്താ? അതും ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോക്കി, ഒരു ഫോണിന്റെ ചാർജർ പ്ലഗ് ഇൻ ചെയ്തിട്ട് ഫോണിന് കുത്തിയിട്ടിട്ടുണ്ട്. ഞാനൊരു കത്രിക എടുത്തിട്ട് ആ വയറാണ്ട് കട്ട് ചെയ്ത് പിന്നെ അതിലൂടെ ചാർജ് പോവാ, ഫോണിലോട്ട് ചാർജ് കയറോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? നമ്മുടെ ഇലക്ട്രിക് ചാർജുകൾക്ക് ആ വയറിന്റെ ഉള്ളിലൂടെയുള്ള ഗ്യാപ്പ്, അതായത് രണ്ട് വയറും തമ്മിലുള്ള ഗ്യാപ്പ് വന്നു അല്ലേ, അതിലൂടെ പാസ് ചെയ്യാൻ പറ്റൂല. അതുപോലെ തന്നെയല്ലേ നമ്മുടെ ഇമ്പൾസും, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് രൂപത്തിലല്ലേ. ഒരു സിനാപ്റ്റിക് നോബ് കഴിഞ്ഞ അടുത്ത ഡെൻഡ്രൈറ്റിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിനാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുക അല്ലേ. സോ അതിലൂടെ ആർക്ക് പാസ് ചെയ്യാൻ പറ്റൂല? നമ്മുടെ ഇലക്ട്രിക് ചാർജ് അഥവാ ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റൂല. സോ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ സിനാപ്റ്റിക് നോബിൽ വെച്ചിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിലോട്ട് ചെല്ലും. ഓക്കെ, അവിടെ അത് ബൈൻഡ് ചെയ്തിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഇമ്പൾസ് റീജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇത് നേരത്തെ കഥയുമായിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്ത് നോക്കിയാലോ. അതായത് ലേസ് പൊട്ടിച്ചു, ലേസ് തൊട്ടടുത്തുള്ള ആൾ കൊടുത്തു, പോസിറ്റീവ് വന്ന് ഏത് വരെ എത്തും? സിനാപ്റ്റിക് നോബ് വരെ അല്ലേ. സിനാപ്റ്റിക് നോബ് എത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ, ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർ കാണും, ടീച്ചറോട് വായിക്ക് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യും? ബുക്കിന്റെ ഉള്ളിലാക്കിയിട്ടോ അല്ലെങ്കിൽ ബാഗ് കൊടുക്കുന്ന രീതിയിലോ അല്ലേ, അങ്ങനെ തൊട്ടടുത്തുള്ള ബെഞ്ചിലോട്ട് കൊടുക്കും. അപ്പൊ ടീച്ചർ ശ്രദ്ധിക്കില്ല അല്ലെ. അതായത് ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ രൂപത്തിൽ അങ്ങോട്ട് എത്തുന്നത്. സോ അവിടെ എന്ത് ചെയ്യും? അതേ ഇമ്പൾസ് റീജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ പരീക്ഷയ്ക്ക് പോയി എഴുതണം എന്നല്ല. ഓക്കെ, പരീക്ഷയ്ക്ക് പോയിട്ട് ക്ലാസ്സിൽ ഫുള്ള് നെഗറ്റീവ്, ഒരേ കുട്ടി ലേസ് പൊട്ടിക്കുന്നത്, ഇങ്ങനെ ഒന്നും എഴുതി വെക്കരുത്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്തേണ്ട ഒരു ടോപ്പിക് ആട്ടോ. ഈ ഭാഗത്ത് ഞാൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ചോദിച്ചാലും ഒരു കാരണവശാലും ഡൗട്ട് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കഥ വെച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, സോ ഇത്രയുള്ള കാര്യങ്ങൾ. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. ആര്? നമ്മുടെ സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്തിട്ട് അത് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിലോട്ട് എത്തും. കാരണം എന്താ? അതിലൂടെ നമ്മളുടെ ഇമ്പൾസിനെ പോകാൻ കഴിയൂല. കാരണം അതൊരു ജംഗ്ഷനാണ്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? സിനാപ്സ്. സോ നമുക്ക് സിനാപ്സിനെ കുറിച്ചിട്ട് നോക്കാം. സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജംഗ്ഷൻ അല്ലേ. എന്ത് തമ്മിലുള്ള ജംഗ്ഷൻ? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും. എനിവേ, ഒരു ന്യൂറോൺ തമ്മിലുള്ള ജംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ. എനിവേ, ഇറ്റ്സ് എ ജംഗ്ഷൻ. ആ ജംഗ്ഷനിലൂടെ ആർക്ക് പാസ് ചെയ്യാൻ പറ്റൂല? നമ്മുടെ ഇമ്പൾസുകൾക്ക് പാസ് ചെയ്യാൻ പറ്റൂല. സോ നമ്മുടെ സിനാപ്റ്റിക് നോബിൽ എന്ത് സെക്രീറ്റ് ചെയ്യും? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മുടെ സിനാപ്റ്റിക് നോബ് ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ എക്സാമ്പിൾ ആയിരുന്നു എന്ത്? അസറ്റൈൽ കോളിനും ഡോപ്പാമിനും ഒക്കെ അല്ലെ. ഈ ഡയഗ്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലക്ട്രിക് ഇമ്പൾസിന്റെ രീതിയിൽ എങ്ങനെ വന്നു.
നോക്കിയേ, ഇതിലെങ്ങനെ ഇലക്ട്രിക് ഇമ്പൾസ് വന്നു. ഇലക്ട്രിക് ഇമ്പൾസ് ഏത് വരെ എത്തും? സിനാപ്റ്റിക് നോബ് വരെ. ഒരു കാരണവശാലും സിനാപ്റ്റിക് നോബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ന്യൂറോണിലോട്ട് പോകാൻ കഴിയൂല. കാരണം അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ആ ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് വിളിക്കും. അഥവാ സിനാപ്റ്റിക് വിടവ്, ഒരു ഗ്യാപ്പാണ് കേട്ടോ. സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് പറയാറുള്ളത്. സോ ആ ക്ലഫ്റ്റിലൂടെ ആർക്ക് പോകാൻ പറ്റൂല? ഇമ്പൾസുകൾക്ക് പോകാൻ പറ്റൂല. സോ നമ്മുടെ സിനാപ്റ്റിക് നോബ് എന്ത് സെക്രീറ്റ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് നോബിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ എവിടെ എത്തി? ഡെൻഡ്രൈറ്റിലെത്തി. ഡെൻഡ്രൈറ്റിൽ ബൈൻഡ് ചെയ്യും. എന്നിട്ട് നേരത്തെ എന്താണോ ഇമ്പൾസ് ഉണ്ടായിരുന്നത് അത് ഇമ്പൾസ് അവിടെ റീജനറേറ്റ് ചെയ്യും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ ആണ് ആര്? അസറ്റൈൽ കോളിനും അതുപോലെ ഡോപ്പാമിനും ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സോ ഇതാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ, അല്ലെങ്കിലോ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ, അല്ലെങ്കിൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. ഓക്കെ അല്ലേ? സോ ഒരു മസിൽ സെല്ലും ഒരു ന്യൂറോൺ തമ്മിലുള്ള ജംഗ്ഷനോ, അല്ലെങ്കിൽ രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ജംഗ്ഷനോ, അല്ലെങ്കിലോ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനോ ആവാം. ഓക്കെ അല്ലേ? ഇതിനാണ് സിനാപ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ സിനാപ്സ് തീർത്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് സിനാപ്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: സിനാപ്സ് ക്യാൻ ഡിറ്റർമൈൻസ് ദ പാത്ത് ഓഫ് ദ ഇമ്പൾസ്. ഇമ്പൾസിന്റെ പാത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ ആർക്ക് പറ്റും എന്നാ പറയുന്നത്? സിനാപ്സിന്. പറ്റുമോ? പറ്റും. അത് പറയുന്ന സമയത്ത് അത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഇത്ര പറഞ്ഞാൽ മതി. സിനാപ്സ് എന്താണെന്ന് എഴുതുക ആദ്യം മെയിൻ ഇത് 3 മാർക്കിനെ ചോദിക്കാറുള്ളത്. സോ സിനാപ്സ് എന്താണെന്ന് എഴുതുക. സോ സിനാപ്സിൽ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ, അഥവാ സിനാപ്റ്റിക് നോബിൽ ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ജനറേറ്റ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ. ആര്? സിനാപ്റ്റിക് നോബ്. അത് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിലോട്ട് പോകും. സോ ഏത് ഡെൻഡ്രൈറ്റിലോട്ടാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് ആർക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? സിനാപ്സിന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും അല്ലേ? സോ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീറ്റ് ചെയ്യും, അത് തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിലോട്ട് എത്തും, അവിടെ ഇമ്പൾസ് റീജനറേറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കല്ല, സിനാപ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പൾസിന്റെ പാത്ത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ന്യൂറോണുകളുടെ ഡിഫറെന്റ് ടൈപ്സ്. നമുക്കറിയാം നമ്മുടെ ബ്രെയിനിലോട്ട് ഇമ്പൾസിനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് തിരിച്ചും കൊണ്ടുവരും. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു പട്ടി കടിക്കാൻ നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പട്ടി നമ്മളെ കടിക്കാൻ നേരെ വരാൻ നിൽക്കുകയെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണ്ട, പട്ടി കടിക്കാൻ വരുന്നു, നമ്മളിത് കാണുന്നു, നമ്മുടെ കണ്ണിലോട്ട് ലൈറ്റ് വന്നു, കണ്ണിലുള്ള റിസപ്റ്റർ ഇതിനെ റിസീവ് ചെയ്തു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു, ബ്രെയിനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു, ബ്രെയിനിലോട്ട് കൊണ്ടുപോയി അല്ലേ? എന്തിലൂടെ? ന്യൂറോണിലൂടെ. സോ ന്യൂറോണിലൂടെ ബ്രെയിനിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ബ്രെയിനിൽ നിന്ന് തിരിച്ച് റെസ്പോൺസ് വരൂലേ? ഓടിക്കോ, അല്ലെങ്കിൽ പട്ടിയുടെ കടി കൊള്ളൂ അല്ലേ? സോ ഈ റെസ്പോൺസ് വന്നതും ബ്രെയിനിൽ നിന്ന് നമ്മുടെ ബോഡിയിലോട്ട് റെസ്പോൺസ് വന്നതും ഇമ്പൾസ് ഫോമിലാണ് അല്ലേ? സോ അത് നമ്മുടെ ബോഡിന്റെ ഡിഫറെന്റ് പാർട്സിലോട്ട് വരണം അല്ലേ? സോ അങ്ങോട്ടും കൊണ്ടുപോകുന്നുണ്ട്, ഇങ്ങോട്ടും കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മുടെ ബോഡി പാർട്സിൽ നിന്ന് ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും കൊണ്ടുപോകുന്ന ന്യൂറോണിനെ വിളിക്കുന്ന പേരാണ് സെൻസറി ന്യൂറോൺ. എന്താ വിളിക്കുക? സെൻസറി ന്യൂറോൺ. അതുപോലെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇമ്പൾസ് രൂപത്തിൽ, അഥവാ റെസ്പോൺസ് ആയിക്കോട്ടെ, ഇമ്പൾസ് രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? മോട്ടോർ ന്യൂറോൺ. സോ മോട്ടോർ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസിനെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബോഡിന്റെ ഡിഫറെന്റ് പാർട്സിലോട്ട് കൊണ്ടുവരാം. ഇനി എന്താ സെൻസറി? നമ്മുടെ ബോഡി പാർട്സിൽ നിന്നും ബ്രെയിനിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സെൻസറി ന്യൂറോൺ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അഥവാ ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകുന്നത്. മോട്ടോർ ന്യൂറോൺ ഡിഫറെന്റ് ബോഡി പാർട്സിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ഓക്കെ, അതാണ് സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് നെർവ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് നെർവ്സിനെ കുറിച്ചിട്ട് നോക്കാം. എന്താ നെർവ് എന്ന് പറഞ്ഞാൽ? ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. നമ്മുടെ ന്യൂറോണുകളുടെ കൂട്ടല്ലേ നെർവ്. ഒരുപാട് ന്യൂറോൺ വെച്ച് കഴിഞ്ഞാൽ എന്തായി? നെർവായി. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രം തന്നാണ്ട, നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മളുടെ ഒരുപാട് ന്യൂറോണുകൾ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഒരു നെർവ്. ഒരു നെർവിന്റെ ഉള്ളിൽ ഒരുപാട് എന്തുണ്ടാവും? ന്യൂറോണുകൾ ഉണ്ടാവും. ഈ ഡയഗ്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിങ്ങൾ നിങ്ങൾ കണ്ടോ? ഇവിടെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വര കാണിച്ച് കണ്ടോ നിങ്ങൾ? അതാണ് ഒരു ആക്സോൺ. അങ്ങനെയുള്ള ഒരുപാട് ആക്സോണുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള കുറേ ആക്സോണുകളെ ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഇതുണ്ടോ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. സോ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പില്ലേ, ഇതിൽ ഒരുപാട് ബണ്ടിൽ കാണുന്നില്ലേ? കണ്ടോ? അതിനെല്ലാത്തിനെയും കൂടെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പം നെർവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഗ്രൂപ്പ് ഓഫ് ആക്സോൺ. ഇനി എങ്ങനെയാണ് നിർത്തുന്നത്? കണക്റ്റഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. സോ കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്സോൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആണ് എന്ത്? നെർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ആരെ കുറിച്ചിട്ട് നോക്കണം? ടൈപ്സ് ഓഫ് നെർവും കൂടെ നോക്കണം. സോ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞതാണ് ദ നെർവ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ഓർ നെർവ് ഫൈബർ, ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. സോ ഇത്രേ ഉള്ളൂ, കണക്റ്റീവ് ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ആക്സോൺ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നെർവ് ഫൈബർ അല്ലെങ്കിൽ ന്യൂറോൺ. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു നെർവിൽ ഒരുപാട് ന്യൂറോൺ ഉണ്ടാവും. ഓക്കെ, ഒരുപാട് ആക്സോൺ ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കുക.
ഈ ഡയഗ്രം കണ്ടാൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവും. സോ ഇനി നമുക്ക് നോക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെർവ്. ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺ പഠിച്ചില്ലേ? സോ ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെർവ് നോക്കണം. അതെന്തിനാ? റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നെർവ് ഫോം ചെയ്തിട്ടുള്ളത് ന്യൂറോൺ വെച്ചിട്ടാണ്. സോ എന്ത് ന്യൂറോൺ എന്നുള്ള ടൈപ്പിൽ, അതായത് നമുക്കറിയാം സെൻസറി ന്യൂറോൺ ഉണ്ട്, മോട്ടോർ ന്യൂറോൺ ഉണ്ട്. അപ്പൊ സെൻസറി ന്യൂറോൺ കൊണ്ടുള്ള നെർവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? സെൻസറി നെർവ്. ഞാൻ ഒന്നുകൂടെ എടുത്തിട്ട് പറഞ്ഞുതരാം എന്താണ് സെൻസറി നെർവ് എന്ന്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്നും ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന നെർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെൻസറി നെർവ് എന്ന് വിളിക്കുക. നേരത്തെ നമ്മൾ സെൻസറി ന്യൂറോൺ പറഞ്ഞു അല്ലെ? നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഇമ്പൾസുകളുടെ ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകുന്ന ന്യൂറോൺ ആയിരുന്നു എന്ത്? സെൻസറി ന്യൂറോൺ. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? സെൻസറി നെർവ്. അപ്പൊ സെൻസറി നെർവ് എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാ ഫോം ചെയ്തിട്ടുണ്ടാവുക? സെൻസറി ന്യൂറോൺ. മനസ്സിലായോ? അതായത് സെൻസറി ന്യൂറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നും നമ്മുടെ ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും ഇമ്പൾസുകളെ കൊണ്ടുപോകുന്ന ന്യൂറോൺ, അതായിരുന്നല്ലോ സെൻസറി ന്യൂറോൺ. ഓക്കെ, ഇനി ഈ സെൻസറി ന്യൂറോണുകളുടെ ഒരു കൂട്ടമായിരിക്കും എന്തിലുണ്ടാവുക? സെൻസറി നെർവിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ബോഡി പാർട്സിലോട്ട് ഇമ്പൾസുകളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മോട്ടോർ ന്യൂറോൺ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഏത് ന്യൂറോണിലൂടെയാണ് വരുന്നത്? മോട്ടോർ ന്യൂറോണിലൂടെ. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മോട്ടോർ ന്യൂറോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോട്ടോർ നെർവ് എന്ന് വിളിക്കുക. മനസ്സിലായോ? നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ? വാട്ട് ഈസ് സെൻസറി നെർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? Sensory nerves are the nerves which carry impulses from the body to the brain and spinal cord. Okay, so sensory nerves are the nerve which carry impulses from the different parts of the body to the brain and spinal cord. നമ്മുടെ ബോഡിന്റെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും ബ്രെയിനിലോട്ടും സ്പൈനൽ കോഡിലോട്ടും കൊണ്ടുപോകുന്ന നെർവ് ആണ് സെൻസറി നെർവ്. സപ്പോസ് ഇനി സെൻസറി ന്യൂറോൺ ആണ് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോ? സെൻസറി ന്യൂറോൺസ് ആർ ദ ന്യൂറോൺസ് which carry impulses from different parts of the body to the brain and spinal cord. ചോദിക്കുന്നത് ന്യൂറോൺ ആണെന്നുണ്ടെങ്കിൽ ആ ന്യൂറോൺ ആണ് ഇമ്പൾസുകളുടെ ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകുന്നത്. ചോദിക്കുന്നത് നെർവ് ആണെന്നുണ്ടെങ്കിൽ ആ നെർവ് ആണ് ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് ഇമ്പൾസുകളെ കൊണ്ടുപോകുന്നത്. ഇനി സെൻസറി നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? സെൻസറി ന്യൂറോൺ. മോട്ടോർ നെർവ് എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? മോട്ടോർ ന്യൂറോൺ. സപ്പോസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് വെച്ചിട്ട് ഫോം ചെയ്യുന്ന ഒരു നെർവ് ഉണ്ടെന്നുണ്ടെങ്കിലോ? സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും വെച്ചിട്ടുള്ള ഒരു നെർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിക്സ്ഡ് നെർവ്. മിക്സ്ഡ് നെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി ന്യൂറോണും ഉണ്ടാവും, മോട്ടോർ ന്യൂറോണും ഉണ്ടാവും. സോ അവരുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? ബോഡിയിൽ നിന്ന് ബ്രെയിനിലോട്ട് സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും, അവിടെ നിന്ന് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മിക്സ്ഡ് നെർവ്. സോ സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സ്ഡ് നെർവ്. സെൻസറി നെർവ് എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? സെൻസറി ന്യൂറോൺ. മോട്ടോർ നെർവോ? മോട്ടോർ ന്യൂറോൺ. അതുപോലെ തന്നെ മിക്സ്ഡ് നെർവ് എന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്? സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. അതിന് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം? സെൻസറി നെർവ് ഫൈബർ എന്നും പറയാം, അതുപോലെ മോട്ടോർ നെർവ് ഫൈബർ എന്നും പറയാം. ഓക്കെ അല്ലേ? ഇവരുടെ ഫംഗ്ഷൻ ഒക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സോ എക്സാമിന് ന്യൂറോൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോൺ എന്നുള്ള കണക്കിൽ എഴുതുക. നെർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെർവ് എന്നുള്ള കണക്കിൽ എഴുതുക. നെർവ് ഫോം ചെയ്തിട്ടുള്ളത് ന്യൂറോൺ വെച്ചിട്ടാണെന്നുള്ള പോയിന്റ് കൊണ്ട് മെൻഷൻ ചെയ്യുക. സോ ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷനിൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം. ഓക്കെ, അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. ഓക്കെ.